മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് തുടരും. നായിക മലയാളത്തിൻ്റെ സ്വന്തം ശോഭന. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ചിത്രത്തിലെ കൺമണിപ്പൂവേ എന്ന് തുടങ്ങുന്ന പാട്ടിൻ്റെ ലിറിക്കൽ വീഡിയോ ഫെബ്രുവരി 21 പുറത്തിറങ്ങി. ജേക്സ് ബിജോയാണ് സംഗീതം. മലയാള സിനിമയിലെ ഹിറ്റ് കോംബോയായ മോഹൻലാലും MG ശ്രീകുമാറും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ഗാനത്തിനുണ്ട്. ഫീൽ ഗുഡ് ഫാമിലി മൂവി ആയിട്ടാണ് രംഗങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. ഇതിനോടകം യൂട്യൂബ് ട്രെൻഡിങ്ങിലായ ഈ ലിറിക്കൽ വീഡിയോയിലെ ഒരു വലിയ തെറ്റ് ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് അഹാന കൃഷ്ണ. വീഡിയോയുടെ ടൈറ്റിലിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ട് അഹാന കുറിച്ചതിങ്ങനെ: യൂട്യൂബ് ടൈറ്റിലുകളുടെ കാര്യത്തിൽ സ്ത്രീ അഭിനേതാക്കളുടെ പേരുകൾ എങ്ങനെ ഒഴിവാക്കപ്പെടുന്നു എന്നത് ചിലപ്പോൾ എന്നെ ശരിക്കും അമ്പരപ്പിക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ അത് ശോഭനയെപ്പോലെ ഒരാളെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഗാനത്തിൻ്റെ ഏറ്റവും ആവേശകരമായ കാര്യം ഇത് മോഹൻലാൽ ശോഭന കോംബോ ആണ് എന്നതാണ്. ഒരു യൂട്യൂബ് ടൈറ്റിലിൻ്റെ കാര്യത്തിൽ തീർച്ചയായും പദപരിമിതിയുണ്ട്. എന്നാൽ എന്തുകൊണ്ട് സ്ത്രീ അഭിനേതാവിൻ്റെ പേര് ഒഴിവാക്കപ്പെടേണ്ട മികച്ച ചോയ്സായി? നടിയും യൂട്യൂബറും ഇൻഫ്ലുവൻസറുമായ അഹാന ഇതിനു മുമ്പ് കുറുപ്പ് സിനിമയിലെ തംബ്നെയിലുമായി ബന്ധപ്പെട്ട് ഒരഭിപ്രായം പങ്കുവച്ചിരുന്നെങ്കിലും അതിന് അഹാനയ്ക്ക് ട്രോളായിരുന്നു ഫലം. എന്നാൽ അഹാന ഇപ്പോൾ പറഞ്ഞത് ഗൗരവത്തിലെടുത്തിരിക്കുകയാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ. അഹാനയുടെ പോസ്റ്റ് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ടൈറ്റിലിൽ തിരുത്ത് വരുത്തി ശോഭനയുടെ പേര് കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. BK ഹരിനാരായണനാണ് പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ചിത്രത്തിൽ ഒന്നിക്കുന്നത്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ M രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത്.